ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അല്ല കേട്ടോ കാണിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിക്കുന്നില്ല. അത് ഉണ്ടാക്കിയപ്പോൾ ഉള്ള ഫോൾട്ടുകളെ പറ്റിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പാത്രം പുതിയതായിട്ട് എനിക്ക് ഒരാൾ വാങ്ങിച്ച് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ കണ്ടോ, ഓവൽ ഷേപ്പാണ്. എങ്കിലും കൂടി അത് നമുക്ക് ഇടയ്ക്കിട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ ആദ്യത്തെ പാത്രത്തിന് ഇങ്ങനെ ടോപ്പിന് ലിഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ലിഡ് അടച്ച് വെക്കണമെന്നൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാനിന്ന് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അത് ലിഡ് അടച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അടയ്ക്കാതെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒന്ന് കാട്ടിത്തരാം. അപ്പോൾ ഞാൻ അതിന് 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായി. രണ്ടാമത് ഉണ്ടാക്കിയ കേക്കാണിത്. ആദ്യം ഉണ്ടാക്കി ഞാൻ വീഡിയോൻ്റെ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയ കേക്ക് ഇതാ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ പറഞ്ഞില്ല, മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെച്ചസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിഡ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കണേ, എന്നാലേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് കാട്ടിത്തരാം. എനിക്ക് 3 ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മറ്റേ കേക്ക് തീരെ നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. ഞാനിത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, ഓർഡർ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പം ഞാൻ ഇതൊന്ന് തുറന്ന് കാട്ടിത്തരാം. കണ്ടില്ല, ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചില ചാനലിലൊക്കെ കാണലുണ്ടല്ലോ, ഇത് അടച്ച് വെക്കാൻ മറക്കരുത്. അപ്പോൾ കണ്ടില്ല, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് തീരെ നന്നായിട്ടില്ല. കണ്ടോ, മേലൊക്കെ ഇങ്ങനെ പറ്റി കിടന്നിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വീണിട്ടാണെന്ന് തോന്നുന്നുണ്ട്. തീരെ നന്നായിട്ടില്ല. എനിക്ക് 2 ലെയറേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഈ കേട് വന്ന കേക്ക് നമുക്ക് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയത്. കണ്ടിട്ട് ഇതിൻ്റെ ഒരു അവസ്ഥ ഭയങ്കര പറ്റലാണ്. കേക്ക് കഴിക്കുമ്പോൾ തന്നെ വായിൽ പറ്റി പിടിക്കും. കൈ വെച്ചിട്ട് തന്നെ കത്തി കൊണ്ട് നോക്കിയപ്പോൾ തന്നെ ഉണ്ട് പറ്റി കിടക്കും. അപ്പോൾ കണ്ടില്ല 2 കേക്കിൻ്റെ ഒരു അവസ്ഥ. ഇതാണ് ഞാൻ രണ്ടാമത് ഉണ്ടാക്കി. അപ്പോൾ ഈ കേക്കിന് നന്നായ കേക്കിന് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, മൂടി ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ആ ലിഡ് അടയ്ക്കാതെ വെക്കുക. മറ്റേത് ഞാൻ അടച്ച് വെച്ചത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വേറൊരു കുഴപ്പമില്ല. അടച്ച് വെച്ചിട്ടാണ് അത് കേക്ക് കേടായത്, ഫ്ലോപ്പായത്, ഹൈറ്റൊന്നും കിട്ടാത്തത്. അപ്പം ഇത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയ കേക്ക് എനിക്ക് 3 ലെയർ തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയ 2 ലെയറാണ് കിട്ടിയത്. കണ്ടോ, നല്ല അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പം ഞാനിതൊന്ന് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കേക്കിൻ്റെ വ്യത്യാസം തന്നെ കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട് കേക്കിന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഈ കേക്കിനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തത്. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടെന്ന് 2-3 ആൾക്കാർ വിളിച്ച് ചോദിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.